ഹലോ ടാരൽ ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവരുടെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈഗോയാണ്. എന്ത് കാര്യത്തിലായാലും ആളുടെ ഈഗോ ആയിരിക്കും ഫസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ വ്യക്തി കേൾക്കാത്ത ഒരു പ്രശ്നം, അതായത് നിങ്ങൾ എന്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി വിശ്വസിക്കില്ല. ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ, അതൊക്കെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ തകർത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈഗോൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വ്യക്തിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും മാത്രമാണ് ഈ വ്യക്തി കേൾക്കുന്നത്. ഓക്കെ, അതായത് ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടതെന്ന് ഒരാളോട് ഇപ്പോൾ അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പോലെയാണ് ഈ വ്യക്തി പോകുന്നത്. അതായത് ഈ വ്യക്തിയുടേതായിട്ടുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു നിലപാടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നും ഈ വ്യക്തിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആണ് ഇത്രയും കാലവും കൂടുതലുമായിട്ട് നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അതായത് ഈഗോ കാണിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുക, എടുത്ത പടിക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഈ വ്യക്തി രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. ഈ വ്യക്തിയുടെ മനസ്സിൽ കിടന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോഴാണ് എണ്ണി ചിന്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം കുറ്റബോധം തോന്നിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന്, അതായത് ഇപ്പോൾ തന്നെ ബ്രേക്കപ്പ് ആവും, എന്നാൽ ബ്രേക്കപ്പ് ആവില്ല, അങ്ങനെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതെങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തിക്ക് ആഗ്രഹവും. അതേപോലെ തന്നെ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കണം എന്നൊക്കെ തന്നെയാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ, അതായത് ബ്രേക്കപ്പായി പോവാണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയതെങ്കിൽ ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ നമ്മളോട് കാഴ്ച പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ വരും, അത് കൂടുതൽ സ്ട്രോങ് ആക്കണം. ഓക്കെ, അതായത് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ, അതായത് ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോഴാണ് നമ്മളത് കൂടുതൽ സ്ട്രോങ് ബോണ്ടിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒട്ടും താല്പര്യമില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തി പൂർണ്ണമായി നിങ്ങളിൽ നിന്നും വിട്ടുപോയാനേ. പക്ഷേ നമ്മുടെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടു പോകാനായിട്ട് യാതൊരുവിധ സാധ്യതയും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുടെ അടുത്തു നിന്നും നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ വരാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ മെയിനായിട്ടുള്ള ആ ഒരു ഈഗോ മാറിപ്പോവുകയും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കെയറും സ്നേഹവും ഒക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് പോകുന്നു എന്നാണ് ഇവിടെ നമ്മളോട് കാഴ്ച പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കിവിടെ ലവ് കാർഡ് കിട്ടിയിട്ടുണ്ട്, വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം വളരെ സക്സസ് ആയിട്ടുള്ള രീതിയിൽ, അതായത് പ്രശ്നങ്ങളൊക്കെ മാറി, ഒരു കർമാറ്റിക് സിറ്റുവേഷനൊക്കെ മാറി, പ്രശ്നങ്ങളെല്ലാം മാറി ഈ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായും തിരികെ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ നമ്മളോട് ഈ രണ്ട് കാർഡ്സും പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ അതൊക്കെ മാറി, അതായത് ഈ വ്യക്തി വരുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ മാറാനായിട്ട് പോകുന്നു. നല്ലൊരു ലവ്, അതായത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ട്
മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതായത് വളരെയധികം ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഇത്രയും കാലവും ചിലപ്പോൾ നിങ്ങൾ കുറേ സഫർ ചെയ്തിട്ടുണ്ടാവാം. അതായത് വീട്ടുകാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഈ വ്യക്തിയിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നിങ്ങൾ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തി അതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഇനി ശ്രമിക്കാൻ പോകുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിന് പ്രിപ്പയർഡായിട്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെ തന്നെയാണ് ഈ വ്യക്തിയുടെ പേടി എന്ന് പറയുന്നത്. അപ്പോൾ തിരികെ വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ചെയ്തതൊക്കെ ഈ വ്യക്തി ഓർക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ആദ്യമൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകൾ, നിങ്ങളെ മാറ്റി നിർത്തി അപമാനിച്ചത്, അതായത് അപമാനിക്കപ്പെട്ട രീതിയിൽ ഉള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഈ വ്യക്തിക്ക് നല്ല പേടിയും വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ വ്യക്തി തിരികെ വരാനായിട്ടാണ് ഇനി ശ്രമിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ ആ വ്യക്തിയുടെ അടുത്തുനിന്നുള്ള തെറ്റുകളെല്ലാം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാണ്ട് നിങ്ങൾ ചിലപ്പോൾ ബ്രേക്കപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് പോലും നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നിങ്ങളെ വളരെ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തി. അപ്പോൾ ആ ഒരു തെറ്റൊക്കെ ഈ വ്യക്തി ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വളരെയധികം കുറ്റബോധം, അതായത് നിങ്ങളെ കരയിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ ഓർത്ത് അതായത് നിങ്ങളെ ഓർത്ത സിറ്റുവേഷനൊക്കെ ഓർത്ത് ഈ വ്യക്തി വളരെയധികം കരയുന്നുണ്ട്. അതായത് മീൻസ് വളരെയധികം ഉള്ളിൽ വിഷമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ വ്യക്തിക്ക് തരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല, ഇനി ഞാൻ എല്ലാം ശ്രദ്ധിക്കും എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ വ്യക്തിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കണ്ണീന്ന് വെള്ളം വരിക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാണ്, നിങ്ങളെ എല്ലാത്തിലും ഒറ്റപ്പെടുത്തി, എല്ലാം ഒറ്റയ്ക്ക് നേരിടാനായിട്ട് വിട്ടയച്ചു എന്നുള്ള കുറ്റബോധമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട സ്നേഹവും കെയറൊക്കെ തരാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമ്മളോട് കാണിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ വ്യക്തി തിരികെ വരുമ്പോൾ തന്നെ കൂടുതലായിട്ടും പെട്ടെന്ന് കയറി മിണ്ടുക. അതായത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നു എന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഈ വ്യക്തിയോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതായത് ഈ വ്യക്തിയോട് വളരെ ദേഷ്യം തോന്നുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളുടേത് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വ്യക്തി പെട്ടെന്ന് തിരികെ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ തനിയെ മാറും എന്ന് തന്നെയാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി അതായത് നിങ്ങളുടെ പാർട്ട്ണർ എത്രയും പെട്ടെന്ന് തിരികെ വരും എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലവ് കാർഡൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയൊരു ലവ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അതായത് ഈ വ്യക്തി പഴയതുപോലെയല്ല, പുതിയൊരു ആളായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. മുന്നേ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഈ വ്യക്തി മനസ്സുകൊണ്ട് തന്നെ മാപ്പ് വളരെയധികം ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വ്യക്തി നന്നായിട്ട്, നിങ്ങൾക്ക് വേണ്ടിയും ഈ വ്യക്തിക്ക് വേണ്ടിയും. ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും പോകരുത് എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴത്തെ. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യാനായിട്ട് ഇപ്പോൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ വരും. അത് ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ ബോണ്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിൽ വന്നത്. ഓക്കെ, നിങ്ങൾക്കിടയിൽ വന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി നന്നായിട്ട് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള റീഡിങ്. താങ്ക് യു.